കോഴിക്കോട് ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നായി 60 പവനോളം സ്വർണം തിരിമറി നടത്തിയ മുൻ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദിന്റെ അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധവുമായി ഭക്തർ തെരുവിൽ. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. കോഴിക്കോട് ജില്ലയിലെ 8ഓളം ക്ഷേത്രങ്ങളിൽ നിന്നായി 60 പവനോളം തട്ടിപ്പ് നടത്തിയ മലബാർ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ പി വിനോദിനെ അറസ്റ്റ് ചെയ്യാത്തതിലാണ് പ്രതിഷേധം. ഉത്തര കേരളത്തിലെ പ്രസിദ്ധമായ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലെ 20 പവനോളം സ്വർണമാണ് പി വിനോദ് തിരിമറി നടത്തിയത്. ഞെട്ടിക്കുന്ന തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ജനം TV ആയിരുന്നു. എന്നാൽ തട്ടിപ്പ് നടന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും പി വിനോദിനെ അറസ്റ്റ് ചെയ്യാത്തതിലാണ് യുവമോർച്ച പ്രവർത്തകർ ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. BJP റൂറൽ ജില്ലാ പ്രസിഡന്റ് ടി ദേവദാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ദേവന്റെ മുഴുവൻ ഉരുപ്പടികളും അവിടെ തിരിച്ചെത്തണം, കുറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടതാണ്. ബാലുശ്ശേരി പോലീസിന് ടി വിനോദ് എന്ന് പറയുന്ന ആ കള്ളനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ടി വിനോദിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ അന്വേഷണം ആ അറസ്റ്റിൽ നിൽക്കില്ല എന്ന് ഈ പോലീസിന് അറിയാം. ഇവർക്കൊക്കെ പ്രിയപ്പെട്ട പല നേതാക്കന്മാർക്കുമെതിരെ കേസെടുക്കേണ്ടി വരും എന്നിവർക്കറിയാം. അതുകൊണ്ട് ഇവർക്ക് ടി വിനോദിനെ കിട്ടുന്നില്ലെങ്കിൽ ബാലുശ്ശേരി പോലീസിന്റെ സർക്കിൾ ഇൻസ്പെക്ടറോട് മറ്റുദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ടി വിനോദിനെ കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടി ഞങ്ങൾ കാത്തു നിൽക്കും. എന്നിട്ടും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ടി വിനോദിനെ പിടിച്ചു കെട്ടി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കും. ആ സമയത്ത് നിങ്ങൾ കേസെടുക്കേണ്ടി വരും. CPM പ്രവർത്തകനായ മലബാർ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ പി വിനോദിനെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നാണ് ഉയരുന്ന ആരോപണം. പി വിനോദിന്റെ അറസ്റ്റ് ഇനിയും വൈകിയാൽ ശക്തമായ പ്രതിഷേധവുമായി തെരുവിലിറങ്ങാനാണ് ഭക്തരുടെയും യുവമോർച്ച പ്രവർത്തകരുടെയും നീക്കം. ജനം, കോഴിക്കോട്.